ചരിത്രമാണ് കോട്ടൺ ഹിൽ സ്കൂൾ. റാഗി പേടയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി പേട. ഇപ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് ഹോം സയൻസ് ബാച്ച് സെക്കൻഡ് ഇയറുകാർക്കുള്ള ലാബാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചയും എനിക്കിവിടെ കഴിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായും ഭയങ്കര കൈപുണ്യത്തോടു കൂടെയുമാണ് അവർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. വെരി ടേസ്റ്റി. ഹോം സയൻസ് ലാബിൽ നമ്മുടെ സെക്കൻഡ് പ്രാക്ടിക്കലായിട്ടുള്ള ഫുഡാണ്. ഒന്ന് റാഗി പേടയും പിന്നെ ഒന്ന് ജിഞ്ചർ ലാഷും. പ്രിൻസിപ്പളിന് കൊടുക്കാനാണ് നമ്മൾ വന്നത് ടേസ്റ്റ് ചെയ്യാൻ. സ്കൂളിൻ്റെ വർഷങ്ങൾ നീണ്ട യാത്രയെപ്പറ്റി പ്രിൻസിപ്പൽ ഗ്രീഷ്മ മിസ് സംസാരിക്കും. എല്ലാവർക്കും അറിയാം, കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൻ്റെ ശബ്ദമാണ്. 3500-ലധികം പെൺകുട്ടികൾ പഠിക്കുന്ന കലാലയമാണ് കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ മിടുമിടുക്കികളായ കുട്ടികൾ, ഒരുപാട് പ്രതിഭകളെ സമ്മാനിക്കാൻ സാധിച്ച സ്കൂളാണ്. അത്തരത്തിലുള്ളൊരു പാരമ്പര്യമാണ് സ്കൂളിനുള്ളത്. സമൂഹത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനികളാണ്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചർ, ഗായിക KS ചിത്ര, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS, അഭിനേതാക്കളായ മല്ലിക സുകുമാരൻ, കാർത്തിക തുടങ്ങി അനവധി പ്രതിഭകളെ സമ്മാനിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അക്കാദമിക രംഗത്തും അതുപോലെ തന്നെ അക്കാദമികേതര രംഗത്തും വളരെ മികച്ച സംഭാവനകൾ ഓരോ വർഷവും നൽകാൻ നമ്മുടെ പെൺകരുത്തുകൾക്ക് സാധിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിലെ പ്രമുഖമായ പല പോസ്റ്റുകളിലും നമ്മുടെ പെൺകുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ISRO, മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രശസ്തമായ പല മേഖലകളിലും നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ കഴിവുകൾ ഈ സ്കൂളിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നുമുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ അക്കാദമിക് മികവിനെ പറ്റി അഗസ്റ്റിൻ സാറിനോട് ചോദിക്കാം. കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക് നിലവാരം വളരെ മികച്ചതാണ്. LSS USS പരീക്ഷകൾ നന്നായി നടന്നു വരുന്നു. ഈ വർഷവും 115ഓളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. SSLCക്ക് ഈ കഴിഞ്ഞ വർഷം 110 ഫുൾ A+ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജൂലൈ മാസം മുതൽ ഈവനിങ് ക്ലാസ് ആരംഭിച്ചു. 10ാം ക്ലാസ്സിന് 3:30 മുതൽ 4:30 വരെയാണ് ഈവനിങ് ക്ലാസ് നമ്മൾ നടത്തുന്നത്. കുട്ടികളുടെ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് പ്രധാനമായും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പൊക്കെ ബുക്കുകളിൽ എഴുതി പഠിക്കുന്നതിനെക്കാട്ടിയും വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉപയോഗിക്കുന്നു. എൻ്റെ ക്ലാസ്സിലെ സ്മാർട്ട് ക്ലാസ് റൂം ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. എ റെക്റ്റാങ്കിൾ ഈസ് 5 cm ലോങ് ആൻഡ് 3 cm ഹൈ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? അപ്പോൾ 5 cm ആകുമ്പോൾ നമുക്കിവിടെ താഴെ ഇവിടെ 5 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിളിനെ ഇവിടെ ഇങ്ങനെ ലെങ്ത് വൈസ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, വിഡ്ത്ത് വൈസ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 cm ആണ്. ഇത് 1 cm 1 അങ്ങനെ 5 cm. കുട്ടികളുടെ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലബ്ബുകളും നടത്തുന്നത്. നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം ലാബുകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടിങ്കറിംഗ് ലാബ്. റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് SSKയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ്. UP തൊട്ട് HS വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഓട്ടോമാറ്റിക് ഫിഷ് ഫീഡ്. ഇത് സെർവോ മോട്ടോർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്
ഫാമിലിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനിമൽസിന് നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇത് RFID ഡോർ ലോക്കാണ്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോറൊക്കെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. പിന്നെ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇത് RFID ടാഗ്, ഇത് റീഡർ, ഇത് അഡ്നോർ, ഇത് മോട്ടോർ സെർവോ മോട്ടോ. അപ്പോൾ ഇതിലുള്ള ഒരു കോഡ് നമ്മൾ ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇതിൽ കാണിക്കുമ്പോൾ ഇത് റീഡ് ചെയ്ത് അതിന് ഇതിലേക്ക് ഇതിൽ ഒരു കോഡുണ്ട്. ആ കോഡ് ഇതിൽ കറക്റ്റായിട്ട് സെയിം ആണെങ്കിൽ ഈ വഴിയിൽ നിന്ന് ഇത് 90 ഡിഗ്രി റൊട്ടേറ്റായി ഇത് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ ടൈമൊക്കെ ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ബേസ് ചെയ്ത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഇത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് ആണ്. ഇതാണെങ്കിൽ നമ്മളിവിടെ TT ഗിയർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 4 വീൽസ്, അതുപോലെ അർഡിനോ ബോർഡും മോട്ടോർ ഡ്രൈവർ ഷീൽഡ്, അൾട്രാസോണിക് സെൻസർ. അപ്പം അൾട്രാസോണിക് സെൻസർ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്തിട്ട് ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്ത് പോകും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്മാർട്ട് ഗ്ലാസസ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കണ്ണ് കാഴ്ച ശക്തിയും കണ്ണ് കാണാത്തവരും ഉണ്ടാകും. ഇപ്പോൾ താഴെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് സെൻസറായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ ബസറിലൂടെ സൗണ്ട് കേൾക്കാൻ നമ്മൾ ബ്ലൈൻഡ് സ്റ്റിക്ക് ഉപയോഗിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ സെൻസർ എന്തുകൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, പിന്നെ ഈ ബസറിലൂടെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറി നടക്കും. ഇത് ഞാൻ ചെയ്യാൻ കാരണം, ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ബ്ലൈൻഡാണ്, അയാൾ നടന്നു പോകുമ്പോൾ അറിയാതെ കല്ല് തട്ടിയും വീണിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ അത് ഇടിച്ച് ആ തലയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇതൊരു പ്രോട്ടോടൈപ്പാണ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്ക് GPS മൊഡ്യൂളും പിന്നെ GSM മോഡമും നമുക്കിതിൽ ചേർക്കാം. ഇതൊരു ബ്ലൈൻഡ് സ്റ്റിക്കാണ്. ഇനി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് അൾട്രാസോണിക് സെൻസർ, ബസർ, അർഡിനോ ബോർഡ്, ബാറ്ററി. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ ഈ അൾട്രാസോണിക് സെൻസർ അത് സെൻസ് ചെയ്തിട്ട് അർഡിനോ ബോർഡിലോട്ട് മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് അർഡിനോ ബോർഡ് ബസറിലോട്ട് സെൻഡ് ചെയ്തിട്ട് ബസർ റിങ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു ഓട്ടോമാറ്റിക് ടോൾ ടാക്സ് സിസ്റ്റമാണ്. ഇതൊരു RFID ടാഗാണ്. ഇത് RFID റീഡറാണ്. ഇതിലൊരു കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോഡും അർഡിനോയിലുള്ള കോഡും സെയിം ആണെങ്കിൽ അർഡിനോ സെർവോ മോട്ടറിലേക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ ഈ ടാഗ് ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ തനി അത് ക്ലോസ് ആവും. ഇത് കാറിലോ ബൈക്കിലോ ഫിറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ടിങ്കറിംഗ് ലാബിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ജോസഫിൻ ടീച്ചറാണ്. അപ്പോൾ ടിങ്കറിംഗ് ലാബിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ജോസഫിൻ ടീച്ചറെ ക്ഷണിക്കുന്നു. ടിങ്കറിംഗ് ലാബ് നമുക്കിവിടെ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാവുന്നു. UPയിലും ഹൈസ്കൂളിലെയും കുട്ടികളാണ്. SSKയുടെ നേതൃത്വത്തിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഇതിന് ടിങ്കറിംഗ് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ അഭിരുചിയുള്ള കുട്ടികളെ മാത്രമാണ് നമ്മളിതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം 75ഓളം കുട്ടികളുണ്ട്. പിന്നെ മറ്റുള്ള സ്കൂളുകളിൽ, അടുത്തുള്ള സ്കൂളുകളിലും ഇതേപോലെ എൻട്രൻസ് എക്സാം നടത്തി ആ കുട്ടികളും ഇവിടെ ട്രെയിനിങ്ങിൽ വരാറുണ്ട്. ഞങ്ങളുടെ മ്യൂസിക് ലാബ്. ഇവിടെ സ്കൂൾ തുറക്കുമ്പോഴേ മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ ചേർത്തുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു ക്ലബ്ബാണ് മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിന് 12:45 ആകുമ്പോൾ കുട്ടികളെല്ലാം വിളിച്ചു വരുത്തും. എന്നിട്ട് 1:20 വരെ മ്യൂസിക്കിൻ്റെ പരിശീലനം നടക്കും. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. ഞങ്ങളെ പഠിപ്പിക്കുന്ന അജന്ത ടീച്ചറാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു ലാബ് ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു നേട്ടമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഗണിത ലാബാണ്. ഇവിടെ കണക്ക് പഠിക്കുന്നത് എളുപ്പവും രസകരവുമാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ കാണുന്നത് 10ാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരാണ്. ഇത് നമ്മുടെ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയായ മാത്സ് ക്ലിനിക്കാണ്. ചില കുട്ടികൾക്ക് മാത്സിൽ ചില കാര്യങ്ങൾ വളരെയധികം നന്നായി അറിയാമായിരിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. ആ അറിവുകൾ തമ്മിൽ പരസ്പരം കൈമാറാനുള്ള ഒരു വേദിയാണ്, ഒരു സ്ഥലമാണ് നമ്മുടെ മാത്സ് ക്ലിനിക്. ഞങ്ങൾക്കറിയാത്തത് ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അവർക്ക് അറിയാമെന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ അറിവിൻ്റെ ഒരു കൈമാറ്റമാണ് ഈ ക്ലിനിക്കിലൂടെ നടക്കുന്നത്. ഇങ്ങനെ ഗണിതം പഠിക്കുന്നത് എളുപ്പമാവുകയും മാത്സിനോടുള്ള പേടി മാറുകയും ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ മറ്റൊരു പ്രത്യേകതയാണ് ഉഡാൻ പദ്ധതി. ഈ പദ്ധതിയിലൂടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സിനോടുള്ള ഭയം മാറ്റാനും അവർക്ക് മാത്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഉഡാൻ പദ്ധതിയിൽ പങ്കാളികളായ ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരോട് തന്നെ ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കിയാലോ? ആദ്യമൊക്കെ ഞങ്ങൾക്ക് മാത്സ് പാടായിരുന്നു. ഇപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ആ പദ്ധതിയിൽ പങ്കാളികളായതിനു ശേഷം. ഏതൊക്കെ രീതിയിലാണ് മാത്സ് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഉഡാൻ പദ്ധതിയിലൂടെ? പലതരം ഗെയിംസിലൂടെയും വ്യത്യസ്തരമായ എളുപ്പ വഴികളിലൂടെയൊക്കെയാണ് ഉടൻ ക്ലാസ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആദ്യമൊക്കെ പാടായിരുന്നു മാത്സ് ചെയ്യാനൊക്കെ. പിന്നെ ഈ ഉടൻ ക്ലാസ്സിന് പോയതിനു ശേഷം എളുപ്പമായി തുടങ്ങി മാത്സ്. പരീക്ഷയെ നേരിടുന്നതിലുള്ള വ്യത്യാസം എന്തെങ്കിലും അനുഭവപ്പെട്ടു തുടങ്ങിയോ? മുമ്പൊക്കെ എക്സാം എന്ന് പറഞ്ഞാൽ പാടായിരുന്നു. ഇപ്പം ഉഡാൻ പദ്ധതിയുടെ ഭാഗമായ ശേഷം എളുപ്പമായിരുന്നു. പ്രകൃതിയിലെ ഗണിതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, പ്രസൻറ്റേഷനുകൾ, സെമിനാറുകൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് മാത്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കാറുള്ളത്. സംഗീത ദിനവുമായി ബന്ധപ്പെട്ട് സംഗീതത്തിലെ ഗണിതം എന്ന വിഷയത്തെക്കുറിച്ചും, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ, പിന്നെ പൈ അപ്രോക്സിമേഷൻ ദിനം, ലെബനിറ്റ്സ് ദിനം, അങ്ങനെ നിരവധി ദിനാചരണങ്ങളാണ് മാത്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നാം ആചരിക്കുന്നത്. ഏകദേശം നമ്മുടെ എല്ലായിടത്തും നമ്മുടെ പരിസരം മുഴുവൻ നമുക്കറിയാവുന്നതാണ് അല്ലേ? കാറ്റുണ്ട്, നമ്മുടെ ഭൂപ്രകൃതി, അതിനെക്കുറിച്ചെല്ലാം നമ്മളെന്നും കാണുന്ന സംഭവങ്ങളാണ്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ അറിയാനായിട്ട് എന്താണ് ചെയ്യുന്നത്? സാമൂഹ്യ ശാസ്ത്രം പഠിക്കുക എന്നതാണ് അല്ലേ? നമ്മുടെ കാറ്റിൻ്റെ ദിശയും കാറ്റിൻ്റെ വേഗത, അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിലൂടെ പഠിക്കാനാകുന്നതാണ്. നമുക്ക് വളരെയധികം പരിചിതമായ ഒരു സംഭവമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഏകദേശം എല്ലായിടത്തും നമുക്ക് അനുഭവിക്കാനും കഴിയുന്നതാണ്. നമ്മുടെ ഈ കൂടുന്ന വളരെ അധികമുള്ള ചൂട്, മഴ, കാലം തെറ്റി പെയ്യുന്ന മഴ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് കാണുന്നത്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായ എന്താണ് കാരണം, അതെല്ലാം നമുക്ക് ഈ സാമൂഹ്യ ശാസ്ത്രത്തിലൂടെ പഠിക്കാനാകും. അപ്പം അതാണ് ഞങ്ങളുടെ സാമൂഹ്യ ശാസ്ത്ര ലാബ്. ഇനി നമ്മൾ കോട്ടൺ ഹിൽ സ്കൂളിലെ നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെതായ കുറേ വികസന സാധനങ്ങൾ ഇവിടെ നമ്മൾ ഈ വർഷത്തെ കുട്ടികളും കഴിഞ്ഞ വർഷം മുൻപത്തെ കുട്ടികളായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ വർഷത്തെ സ്കൂൾ എക്സിബിഷൻ, സോഷ്യൽ സയൻസ് എക്സിബിഷൻ ചെയ്തതാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് ഫോംസ് ആണ് കാണുന്നത്. ഇത് നമ്മളിപ്പോൾ ഏറെ നാളായി കേട്ട് വരുന്ന വയനാട് ദുരന്തത്തെ പറ്റി ചെറിയൊരു സ്റ്റിൽ മോഡലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. ഏൻഷ്യൻ കാലത്തെ അവരുടെ സിവിലൈസേഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇതിലേക്കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ക്ലേ മോഡലാണ് ചെയ്തിരിക്കുന്നത്. പൈസയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എവല്യൂഷനാണ്. അതായത് പാർട്ടിസൺ സിസ്റ്റം, അത് നമ്മൾ ഏറെക്കാലം ചെയ്യുന്നത് ഏൻഷ്യൻ കാലത്ത് ധാന്യങ്ങൾ കൊടുത്തും വേറെ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരുന്നു. എന്നാൽ കാലം മാറ്റത്തിനനുസരിച്ചും ഇവർ പൊരുത്തപ്പെട്ടു പോയി. ഇപ്പോൾ പാർട്ടിസൺ സിസ്റ്റത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മണി, എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ മണിയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഏർലി ഹ്യൂമൻ ലൈഫ്, പൂർവ്വകാല ജീവിതം, മനുഷ്യൻ എങ്ങനെ ആ കാർഡുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഒരു പ്രധാന രൂപമായിരുന്നു സിഗറാറ്റ്. ഇതും ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ് എക്സിബിഷന് വേണ്ടി. 2022 നമ്മുടെ സ്കൂൾ സ്റ്റേറ്റ് ഫസ്റ്റ് സ്റ്റിൽ മോഡലായ സാമൂഹ്യ ശാസ്ത്രൻ്റെ സ്റ്റിൽ മോഡലിൻ്റെയാണിത്. ഇത് നമ്മൾ സംസ്ഥാന തലത്തിൽ പോയ സ്റ്റിൽ മോഡലാണ്. നമ്മളിതിൽ സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ്, പിന്നെ 2 സിവിലൈസേഷൻസ്, ഈജിപ്ഷ്യനും ഹാരപ്പൻ സിവിലൈസേഷൻ്റെയും പറ്റി അവിടുത്തെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. മിനിയേച്ചറായിട്ട് ക്ലേ ഉപയോഗിച്ചും മറ്റ് ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനാണ് ഇത് തയ്യാറാക്കിയത്. എൻ്റെ പങ്കാളിയായിട്ട് വന്നതാണ് ദിയ ഞാനും കൂടെയാണ് മത്സരത്തിന് പങ്കെടുത്തത്. ദിയ ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയും ഞാൻ മോഡൽ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്.
ജീവിയെയും സസ്യത്തെയും പോലെ പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യനും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം കൂടി ചേർന്നാലേ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരം. പക്ഷേ പ്രകൃതിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്താലോ? കേരളീയർ വർഷങ്ങളായി കണ്ടുപോരുന്നതും സാക്ഷികളാകുന്നതും അനുഭവിക്കുന്നതുമായ ഒന്നാണ് പ്രകൃതി ദുരന്തം. എന്താകാം ഈ പ്രകൃതി ദുരന്തത്തിന് കാരണം? മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള മറുപടിയാണോ ഓരോ പ്രകൃതി ദുരന്തങ്ങളും? എന്നാൽ ഞാൻ പറയും അതെ എന്നാണ് ഉത്തരം. മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ എന്താണ് പ്രകൃതിക്ക് നൽകുന്നത്? വെട്ടിനിരത്തപ്പെട്ട മലകൾ, വെട്ടിനിരത്തപ്പെട്ട കാടുകൾ, ഒഴുക്കുകൾ നിർത്തിയ നീർച്ചാലുകൾ. നിന്നോടൊന്നും പറഞ്ഞു ഒരു കാര്യമില്ല. ഒന്നേ ഉണ്ടെങ്കിലും ഓലക്കൊക്കെ അടിച്ച് വളത്തിലെന്നാ പഴമക്കാര് പറയണേ. നിന്നോടൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ശിവ ശിവ. ചിന്നുട്ടി നീ കഴിച്ചോ? പക്ഷെ ഇവിടെ എവിടെ ആക്കല്ലേ, കേട്ടല്ലോ? അമ്മേ ഞാൻ മുഴുവൻ കഴിച്ചല്ലോ. ആഹാ മുഴുവൻ കഴിക്കാം. അപ്പം കഴിക്കാനൊക്കെ അറിയാലേ? എന്താ അമ്മേ എനിക്ക് അമ്മൂന്റെ വീട്ടിൽ പോണം. അവിടെ എല്ലാരും വരും. എനിക്കും പോണം അമ്മൂന്റെ വീട്ടില്. പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അറിവ് ആയുധമാക്കാം. കേറിക്കിടക്കാൻ ഇടമുള്ളവനും കഴിക്കാൻ ആഹാരമുള്ളവനും മഴ, പ്രണയവുമാണ് കവിതയുമൊക്കെയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്തവന് നെഞ്ചിലെ തീയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കോട്ടങ്ങിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന നൃത്തശില്പം. എല്ലാ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം അസത്യത്തിനുമേൽ സത്യം നേടുന്ന വിജയമാണ്. ആ വിജയങ്ങൾ ആഘോഷിക്കുന്നതിനായി ഞങ്ങൾ ഒരുക്കുന്ന ഒരു നൃത്തശില്പം. പാഠകം എന്ന് കേട്ടിട്ടുണ്ടോ? സംസ്കൃതമാണ്. ചാക്യാർകൂത്തിൽ നിന്ന് ഉത്ഭവിച്ച കലാരൂപമാണ് പാഠകം. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും 8ാം ക്ലാസ്സുകാരിയുമായ അനന്യ എസ് ആണ്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം. ഈശ്വരനെ സേവിക്കാൻ വരുമ്പോൾ തത്സേവാ മാർഗങ്ങളും പല പ്രകാരേണ ആവുന്നത്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നുള്ളതിങ്കൽ ഈ കലിയുഗത്തിൽ അനായാസേന ഈശ്വരനെ അഥവാ മോക്ഷത്തെ പ്രാപിക്കാൻ കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും. ഞങ്ങളുടെ കൂട്ടുകാരി കൃഷ്ണപ്രിയ ചെത്തി മന്ദാരം തുളസി എന്ന ഗാനം വീണയിൽ വായിക്കുന്നത് നമുക്ക് കേട്ടാലോ? മ്യൂസിക് ക്ലബിലെ ഗായികമാർ ചേർന്ന് ഒരു ദേശഭക്തി ഗാനവുമായി ഇതാ വരുന്നു.
Don't give up. Don't give in. There's always an answer to everything. This, my friend, is for you. The trials that you face and the dreams that you chase, you behind in your race and you're straying from your pace. Your mind is scattered all over the place and you're desperate for space. Little did he know this is your time to embrace. Don't give up. Don't give in. There's always an answer to everything. Hello everyone. So today I'm going to speak about the English club of our school. I'm proud to say that I am also a member of English club. The reason behind I use the term proud is because of the events and the organizations and cultural programs conducted by English club is just amazing, and also there are almost 500 students under this club, and also it's free for everyone to join this. Today, we are going to perform a choreography based on the poem Lines Written in Early Spring, written by the most celebrated nature poet William Wordsworth. I heard 1,000 blended notes, all in a grove, I sate recline, in that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair words did nature ring, the human soul that through me ran, and much it grieved my heart to think what man has made of man. ശാസ്ത്ര പഠനം എന്നത് സത്യാന്വേഷണത്തിൻ്റെ പാതയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചും അതിലുള്ള വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും വിനോദപ്രദമായ രീതിയിലൂടെ മനസ്സിലാക്കാനും പഠനത്തെ വളരെ രസകരവും ആവേശകരവുമാക്കി മാറ്റാനും സഹായിക്കുന്ന ഒരു ശാസ്ത്രഗാനം. നമ്മുടെ JRC വിവിധതരം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളിലെ ടോയ്ലറ്റ്, ഫ്ലോറ് എന്നിവ ക്ലീൻ ചെയ്യാൻ ആവശ്യമായ ലോഷൻ നിർമ്മിക്കുന്നുണ്ട്. ലോഷൻ നമ്മൾ കടയിൽ നിന്ന് ലിക്വിഡ് വാങ്ങിച്ച് അതും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ് ഈ ലോഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ പൊതിച്ചോറ്, RCC രോഗികൾക്ക് പൊതിച്ചോറ് എല്ലാ വർഷവും നൽകുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിച്ച് നൽകാറുണ്ട്. പിന്നെ സ്കൂളിലെ ഫസ്റ്റ് എയ്ഡ് സേവനവും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ സ്കൂളിലെ SPC HS വിങ് സീനിയർ കാഡറ്റ്സ് യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിലൂടെ നമ്മുടെ സ്കൂളിലുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നോട്ട്ബുക്ക് കൊടുക്കുക എന്നതിൻ്റെ ഉള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കുട്ടിക്ക് 5 നോട്ട്ബുക്ക് വീതം 300 നോട്ട്ബുക്കുകളാണ് ഒരു വർഷം നമ്മൾ ചെയ്തു കൊടുത്തത്. അതുകൂടാതെ നമ്മുടെ സ്കൂൾ ക്യാമ്പസും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ അങ്ങനെ നമ്മൾ ഫുഡ് വിതരണം ചെയ്യുന്നത്, പൊതിച്ചോറ് വിതരണം, അങ്ങനെയുള്ള പ്രോജക്റ്റുകളെല്ലാം SPCയിലുണ്ട്. സ്കൂളിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് നമ്മുടെ സ്കൂളിലെ ആർമി NCC. വൺ കേരള ഗേൾസ് ബറ്റാലിയൻ NCC ഗ്രൂപ്പിൻ്റെ ആദ്യകാല ട്രൂപ്പുകളിലൊന്നാണ് കോട്ടൺ ഹിൽ ജൂനിയർ വിങ്. 150 കേഡറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ട്രൂപ്പാണ് ഞങ്ങളുടേത്. എല്ലാ വർഷവും TSC, EBSB, RDC എന്നീ നാഷണൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു വരുന്നു. ഞാൻ 1K നേവൽ NCCയുടെ സീനിയർ കേഡറ്റാണ് ഞാൻ. ഡിസിപ്ലിൻ ആൻഡ് യൂണിറ്റി എന്നതാണ് നേവൽ NCCയുടെ അടിസ്ഥാനകരമായ ലക്ഷ്യം. അച്ചടക്കവും പൗരത്വബോധവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 100 കുട്ടികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നു. 8ാം ക്ലാസ്സിൽ നിന്നും 50 കേഡറ്റ്സ്, 9ാം ക്ലാസ്സിൽ നിന്നും 50 കേഡറ്റ്സ്. 2022 കോട്ടൺ ഹിൽ സ്കൂളിൽ 1K നേവൽ NCCയുടെ യൂണിറ്റ് ആരംഭിക്കുന്നത്. Some
നമ്മൾ 2 വർഷമായിട്ട് കോട്ടൺ സ്കൂളിൽ ബേസ്ബോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ജസ്റ്റിൻ സാർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജസ്റ്റിൻ സാറും സ്പോർട്സ് കൗൺസിൽ സാർ രാജേഷ് സാറും കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അനേകം പ്ലെയേഴ്സിനെ അവർക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ത്യൻ പ്ലെയറും സ്റ്റേറ്റ് പ്ലെയറായ 2 ഇത് മെറിൻ ആൻഡോ ഇന്ത്യൻ പ്ലെയറാണ്, ഇത് അപർണ സ്റ്റേറ്റ് പ്ലെയറാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഞാൻ 4 വർഷമായി ഗെയിം കളിക്കുന്നു. 6 നാഷണൽസും 1 ഇൻ്റർനാഷണലും പോയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ചൈനയിലായിരുന്നു. ഞങ്ങൾക്ക് പൊസിഷനൊന്നും അടിക്കാൻ പറ്റില്ല, എന്നാലും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞാൻ 2 വർഷമായിട്ട് കളിക്കുകയാണ്. 2 നാഷണൽസ് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും സെമി വരെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ് ടീമിലൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് ഇപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോക്കി അസോസിയേഷൻ്റെ കോച്ചാണ് ഹോക്കിക്ക് പരിശീലനം നൽകുന്നത്. ഞങ്ങൾ 30 കുട്ടികളുണ്ട്. ഞങ്ങൾ ഹോക്കിയിൽ സബ് ജില്ല, റവന്യൂ ജില്ലാ മത്സരങ്ങളിലെ വിജയികളാണ്. വിദ്യാഭ്യാസ വകുപ്പ് SSK വഴി നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്കൂൾ വെതർ സ്റ്റേഷൻ. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ദിനാവസ്ഥാ ഉപകരണങ്ങളുടെ സഹായത്താൽ ദിനാവസ്ഥാ വിവരശേഖരണം നടത്തുകയും അതുവഴി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇവ തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. ഓരോ ദിവസത്തെയും കൂടിയതും കുറഞ്ഞതുമായ അന്തരീക്ഷ താപനില, മഴയുടെ അളവ്, ആർദ്രത, കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവ തിരിച്ചറിയാനും ഈ ഉപകരണങ്ങളിലൂടെ സഹായിക്കുന്നു. ഇതേ തരത്തിൽ നമ്മൾ കുട്ടികൾ ഓരോ ദിവസത്തെയും താപനില, മാക്സിമം മിനിമം ടെമ്പറേച്ചർ, ആർദ്രത, മഴയുടെ അളവ്, കാറ്റിൻ്റെ വേഗത എന്നിവ വൈറ്റ് ബോർഡിലാക്കി നമ്മൾ സ്കൂളിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കാറും ഉണ്ട്. ഇത് മാസാവസാനത്തിൽ നമ്മളുടെ ഓരോ ബാർ ഗ്രാഫായും ലൈൻ ഗ്രാഫായും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുമുണ്ട്. പൊതുസമൂഹത്തിന് കൂടി ഉപയോഗിക്കാൻ തക്ക വിധത്തിലാണ് ഈ വെതർ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനെ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ LED നിർമ്മാണത്തിനായിട്ട് ഭാഗമായിട്ടാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. നമുക്കവിടെ LED നിർമ്മാണത്തിനൊരു യൂണിറ്റ് ഉണ്ട്. ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ 50ഓളം ബൾബുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ആ ബൾബുകൾ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലെ ക്ലാസ് റൂമുകളും ടോയ്ലറ്റുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ ഉണ്ടാക്കുന്ന ബൾബുകളാണ്. സിപ്പ് തന്നിട്ടുണ്ട്, നമ്മളത് ഫിക്സ് ചെയ്ത് ചിപ്പുണ്ട്. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട്
പവർ ഇതിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പിച്ച ബൾബ് ഇതുപോലെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്ത് അവസാനം നമുക്കൊരു ബൾബായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ സ്ക്രൂ ഫിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബൾബിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. GHSS കോട്ടൺ ഹിൽ, എത്ര വാൾട്ടാണ് എല്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ബൾബുകളാണ് ഇതെല്ലാം. സയൻസ് ക്ലബ്ബും എനർജി ക്ലബ്ബും കൂടെ ചേർന്നാണ് ഈ ഒരു കുട്ടികളിൽ അതിലെ ടീച്ചേഴ്സും കുട്ടികളും ചേർന്നാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ എക്കോ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നതിന് ഉചിതമായ പ്രവർത്തനങ്ങളാണ് എക്കോ ക്ലബിൻ്റെ പേരിൽ നടക്കുന്നത്. ജൈവ വൈവിധ്യത്തെ തിരിച്ചറിയാൻ ശലഭ പാർക്ക്, ക്വിസ്, ഉപന്യാസം, പെയിൻറ്റിംഗ് മത്സരങ്ങൾ, റാലികൾ പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ. പ്ലാസ്റ്റിക് ബാഗിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് പേപ്പർ ബാഗ് നിർമ്മാണം. മാലിന്യങ്ങളെ വിവേചനരഹിതമായി കത്തിക്കുന്നത് തടയാൻ വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് പേപ്പർ വേസ്റ്റ് ബിൻ. പ്ലാസ്റ്റിക് പെന്നുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് പേപ്പർ സീഡ് പെൻ നിർമ്മാണം. ഇങ്ങനെ പലവിധമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ എക്കോ ക്ലബിൻ്റെ പേരിൽ നടക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായി നടക്കുന്നൊരു സ്കൂളാണ് GHSS കോട്ടൺ ഹിൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ ICT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ തന്നെ 2ാം സ്ഥാനം നേടിയ സ്കൂളാണ് നമ്മുടെ സ്കൂൾ. 8ാം ക്ലാസ്സിൽ അഭിരുചി പരീക്ഷ എഴുതി അതിൽ പാസ്സായി അംഗങ്ങളാകുന്ന കുട്ടികൾ 8, 9, 10 ക്ലാസ്സുകൾ വിവിധ തരം IT-യുടെ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുന്നു. റോബോട്ടിക്സിൻ്റെ ഭാഗമായി ലിറ്റിൽ കൈറ്റ്സിന് കിട്ടിയ ഒരു കിറ്റാണ് ആർഡിനോ എന്ന് പറയുന്നത്. ഈ ആർഡിനോ യൂസ് ചെയ്തിട്ട് ആർഡിനോ യൂണോ ആണ് കിട്ടിയിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് ആർഡിനോ മോട്ടറും ആർഡിനോ സെൻസറും യൂസ് ചെയ്ത് സെൻസ് ചെയ്യുന്ന ഒരു, അതായത് കോഴി വെച്ച് സെൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ആർഡിനോ എന്ന് പറഞ്ഞ റോബോട്ടിക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾ സ്റ്റുഡൻസാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ഉണ്ടാക്കിയ ബ്ലൈൻഡ് സ്റ്റിക്കാണിത്. ഇതിനെപ്പറ്റി തങ്കലക്ഷ്മി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മാർട്ട് ബ്ലൈൻഡ് സ്റ്റിക്കാണ്. അതായത് ബ്ലൈൻഡ് പീപ്പിൾസിൻ്റെ മുൻപിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് ബസർ വഴി സൗണ്ട് കേൾക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് അൾട്രാസോണിക് സെൻസറാണ്. ഞാൻ ഓർഡിനോ യൂണോ വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ബസർ, ഇത് 9V ബാറ്ററിയാണ്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മലയാളം ടൈപ്പിംഗ്, ഡിജിറ്റൽ മാഗസിൻ തുടങ്ങി വിവിധ തരം ആക്ടിവിറ്റികൾ നമ്മുടെ ഈ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ കോട്ടൺ ഹിൽ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട്. അതിൽ നമ്മുടെ സ്കൂളിൽ ഡെയിലി നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് അപ്ലോഡ് ചെയ്യുന്നതും ലിറ്റിൽ കൈറ്റ്സിലെ മെമ്പേഴ്സാണ്. ലിറ്റിൽ കൈറ്റ്സിൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മാത്രം ഒതുക്കാതെ ഞങ്ങളത് മറ്റു കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് മാത്രമല്ല, മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും ഞങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈബർ ലോകത്തെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റിയുമൊക്കെ അമ്മമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ഞങ്ങൾ അമ്മയെ അറിയാൻ എന്നുള്ള ഒരു ക്ലാസ് നടത്തുന്നു. അതുപോലെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പലതരം ക്ലാസ്സുകൾ നടത്തി വരുന്നു. സ്കൂളുകളിലെ IT ഉപകരണങ്ങളുടെ എല്ലാം മേൽനോട്ടം ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കാണ്. ഹലോ, എൻ്റെ പേര് അമയ. ഞാൻ 8th Bയിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഈ ലൈബ്രറിയിൽ എന്നും ബുക്സ് വായിക്കാൻ വരാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ദിയ പറയും.
നമ്മുടെ ഈ ലൈബ്രറിയിൽ 25,000-ൽ കൂടുതൽ ബുക്സ് അവൈലബിൾ ആണ്. കൂടാതെ 500ഓളം മെമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ബുക്സ് ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ കഥകൾ, കവിതകൾ എന്ന ഈ ഓരോ ഇതിലും വെവ്വേറെ ഷെൽഫ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഡിജിറ്റൽ ലൈബ്രറി സൗകര്യം വരെ ലഭ്യമാണ്. നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഡോക്ടർ അരുമോഹൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അക്കാദമിക കാര്യങ്ങളിലെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു കൃത്യമായ കരിക്കുലവും മറ്റുമെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവിടുത്തെ അധ്യാപകർ മികച്ച രീതിയിൽ തന്നെ അത് നോക്കുന്നുമുണ്ട്. ഈ വർഷം PTA പ്രധാനമായും കുട്ടികളുടെ മറ്റ് കഴിവുകൾ, അതായത് കലാ കായിക കഴിവുകൾ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു വരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാവശ്യം ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ട് പുതുതായിട്ട് നവീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഷട്ടിൽ കോർട്ട്, ഇതിനു വേണ്ടിയൊക്കെ തന്നെ നമ്മൾ പുറത്തു നിന്ന് കായിക അധ്യാപകരെ, പ്രത്യേകിച്ച് നമ്മുടെ PTA-യിലുള്ള ആൾക്കാരും അതുപോലെ രക്ഷകർത്താക്കളുടെ ഒരു സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ചില ഇൻഡിവിജ്വൽ ഐറ്റംസ്, ഗുസ്തി, അതുപോലെ കുങ്ഫു, വുഷു, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരങ്ങളായ മേഖലകൾ കൂടി കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കായികപരമായ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA, MP എന്നിവരുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ലാബുകളും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ്. കിഫ്ബിയുടെ ഭാഗമായിട്ട് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരു അമ്യൂണിറ്റി സെൻറ്ററും അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ടും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിലുള്ള PTA-കൾ നടത്തി വരുന്ന തുടർ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇപ്പോഴുള്ള പ്രവർത്തനത്തിന് ഒരു ശക്തിയായി നിൽക്കുന്നത്. ഇതിപ്പോൾ സ്കൂളിൽ തന്നെ 2ാമത്തെ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിൽ റെപ്രസെൻറ്റേറ്റീവ് ആയത് എനിക്ക് വലിയൊരു കാര്യമാണ്. ലീഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഞാൻ NSS-ലുള്ളൊരു വോളണ്ടിയറും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ മാറ്റി തന്നൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് സ്കൂളും NSS ഒക്കെ പറയുന്നത്. ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് ക്യാമ്പൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് HM G ഗീത ടീച്ചറാണ്. നമ്മുടെ സ്കൂളിലെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ടീച്ചർ വിശദീകരിക്കും. കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പെൺപള്ളിക്കൂടമാണ്. ഏകദേശം 3500ഓളം കുട്ടികളാണ് ഇവിടെ അധ്യയനം ചെയ്യുന്നത്. ഏത് രംഗത്തായാലും, അക്കാദമിക രംഗത്തും സ്പോർട്സ് രംഗത്തും മറ്റ് കലാകായിക രംഗത്തുമെല്ലാം മത്സരിച്ച് തന്നെയാണ് കുട്ടികൾ നിൽക്കുന്നത്. SSLC കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് 116 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. ഏകദേശം 561 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. സർക്കാർ വിദ്യാലയങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സമൂഹത്തിന് കേരളം സംഭാവന ചെയ്ത പെൺകരുത്തിന്റെ ഇടമാണ് കോട്ടൺ ഹിൽ സ്കൂൾ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.